ഹലോ ലോയ്റ്റേ. സോ നമ്മളിന്ന് ഓർഡിനൽ നമ്പേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്നലെ കാർഡിനൽ നമ്പേഴ്സ് പറഞ്ഞു 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ പറയുന്ന രീതിയിലത്തെ നമ്പേഴ്സാണ് കേട്ടോ. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ഓർഡിനൽ നമ്പേഴ്സ്, ഓർഡിനൽ നമ്പർ. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എർസ്റ്റേ എന്ന് പറയും. ഓക്കെ, എർസ്റ്റേ. സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ സ്വൈറ്റേ. 2-ന് സ്വൈ എന്നാണ് പറയുന്നത്, അതിൻ്റെ കൂടെ ടി ആഡ് ചെയ്ത സ്വൈറ്റേ. 3-ക്ക് തേർഡിന് ഡ്രിറ്റേ. ഡ്രൈറ്റേ അല്ല, ഡ്രിറ്റേന്ന്. ഓക്കെ, TITTE. പിന്നെ 4-ന് എന്താ പറയുന്നത്? ഫിയർ എന്നാണ് പറയുന്നത്. സോ ഫോർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 4 എഴുതിയിട്ട് ടി ആഡ് ചെയ്താൽ മതി, ഫിയർ ടേ. സോ എല്ലാത്തിനും അങ്ങനെയാണ് പോകുക. അപ്പോൾ എർസ്റ്റേക്ക് എക്സെപ്ഷൻ ഉണ്ട്, ഡ്രിറ്റേക്ക് എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് പറയാം ഫ്യൂൺ. അതായത് 5-ന് ഫ്യൂൺഫ് എന്നാണ് പറയുന്നത്. 5th എന്ന് പറയുമ്പോൾ ഫ്യൂൺഫ്റ്റേ. ഓക്കെ, ഫ്യൂൺഫ്റ്റേ. 6-ന് സെക്സ് എന്നാണ് പറയുന്നത്. 6th എന്ന് പറയുമ്പോൾ സെക്സ്ഡേ. ഓക്കെ, സെക്സ്ഡേ. 7-ന് സീബൻ എന്നാണ് പറയുന്നത്. സോ 7th എന്ന് പറയുമ്പോൾ സീബ്റ്റേ. ഓക്കെ, അവിടെയും ഒരു എക്സെപ്ഷൻ ഉണ്ട്, സീബൻ വേണ്ട, സീബ്റ്റേ എന്ന് മതി. ഓക്കെ, പിന്നെ 8th എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ആഹ്റ്റേ. ഓക്കെ, അവിടെ 2 ടീ ഇടുന്നുണ്ട്, പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടീ മതി. ഓക്കെ, ഓൾറെഡി ഉള്ള ടീം പ്ലസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 9th നമ്മൾ നോയൻറ്റേ. പിന്നെ 10th-ന് സെയിൻറ്റേ. പിന്നെ ബാക്കി എല്ലാ നമ്പേഴ്സിനും ജസ്റ്റ് നമ്പർ എഴുതുക, ടി ആഡ് ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെയായിരിക്കും നമ്മൾ ഓർഡിനൽ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്. അവിടെ എർസ്റ്റേ, ഡ്രിറ്റേ ആൻഡ് സീബ്റ്റേക്ക് ആയിരിക്കും ചെറിയൊരു എക്സെപ്ഷൻ പോലെയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് 22nd എന്ന് പറയാമെന്ന് വെച്ചു. 22nd എന്ന് പറയുമ്പോൾ zwei und 20 എഴുതി ടി ആഡ് ചെയ്തു. പിന്നെ 45th എന്ന് പറയുകയാണെങ്കിൽ 5 und 40. So that's how we find the ordinal numbers. Okay, just ടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് പറയാൻ നോക്കാം. ഓക്കെ, നമ്മളെങ്ങനെയാണ് ഡേറ്റ് പറയാൻ നോക്കാം. ഇന്നത്തെ ഡേറ്റ് എന്താണ്? 13/11/2024. ഓക്കെ, 13/11/2024. സോ എപ്പോഴും ഡേ ആൻഡ് മന്ത് പറയുന്നത് ഓർഡിനൽ നമ്പറിലായിരിക്കണം. സോ 13th അല്ല, ഡേ 13th ആണ്. 13th എന്ന് പറയുമ്പോൾ 13th എങ്ങനെ പറയുന്നത്? ഡ്രൈ സെയിൻറ്റേ. പിന്നെ 11th-ന് എൽഫ്റ്റേ. ഡ്രൈ സെയിൻറ്റേ, എൽഫ്റ്റേ. നമുക്ക് 2024 എന്ന് വേണമെങ്കിൽ ഇയർ പറയാം. അപ്പോൾ 2024 അഥവാ 2024. ഓക്കെ, ഈ 2 രീതിയിൽ നമുക്ക് ഇയർ പറയാൻ പറ്റും കേട്ടോ. ഡ്രൈസെയിൻ എൽഫ്റ്റേ 2024, അല്ലെങ്കിൽ ഡ്രൈസെയിൻ എൽഫ്റ്റേ 2024. ഓക്കെ, നമ്മളങ്ങനെ ആയിരിക്കും ഡേറ്റ് പറയാം. ഡേ ആൻഡ് മന്ത് നമ്മൾ ഓർഡിനൽ നമ്പറിലായിരിക്കും പറയാം. ഞാൻ 1975 എന്നൊരു ഇയർ പറയുകയാണെങ്കിലും നമ്മൾ എന്ത് പറയും? 1975. 19 എന്താ പറയുക? 19. പിന്നെ 75. ഇനി നമ്മൾ നോക്കുന്നത് ടൈം പറയാനാണ്. ഓക്കെ, ടൈം പറയാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്, ഫോർമൽ ടൈം ആൻഡ് ഇൻഫോർമൽ ടൈം. ഓക്കെ, ഫോർമൽ ടൈം ആൻഡ് ഇൻഫോർമൽ ടൈം. ഇപ്പോൾ നമ്മൾ മലയാളത്തിലേക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് നമുക്ക് അറിയില്ലാത്ത ഒരാൾ വന്ന് ടൈം ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൃത്യ ടൈം പറയല്ലേ, 8:42 എന്നൊക്കെ പറയും. കൃത്യ ടൈം പറയുമ്പോൾ നമ്മളതിന് ഫോർമൽ ടൈം എന്ന് വിളിക്കും. ഇൻഫോർമൽ ടൈം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാൾ നമ്മൾ ടൈം ചോദിക്കുന്നത് നമ്മൾ തരാം 8:45 ആവാനായി, അല്ലെങ്കിൽ 8:15 കഴിഞ്ഞു എന്നൊക്കെയല്ലേ പറയാം. അതുപോലെ ടൈം പറയുന്നതിന് നമ്മൾ ഇൻഫോർമൽ ടൈം എന്ന് പറയും. ഈ ഫോർമൽ ടൈം ആയിരിക്കും നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അതായത് ഫോർമൽ ടൈം എപ്പോഴും 24 hour ക്ലോക്കിലായിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. 24 hour ക്ലോക്കിലാണ് ഫോർമൽ ടൈം എഴുതുന്നത്. പിന്നെ ഇപ്പോൾ കൃത്യസമയം 8:45 ആണെന്ന് കൂട്ടിക്കോ. 8:45 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 8:45 അങ്ങനെ ആയിരിക്കും പറയാം. നേരത്തെ അനുസരിച്ച് 8 മണി. 8 നമ്മൾ എന്താ പറയുന്നത്? ആഹ്റ്റ്. മണിക്ക് നമ്മൾ ഉവർ എന്ന് പറയും. 8 മണി പിന്നെ 45 എന്ന് പറഞ്ഞാൽ മതി. എത്രയും 5 und 40. ഓക്കെ, 8 Uhr 45. അതുകൊണ്ട് ഇപ്പോൾ ഒരു 11:37 ആണ് ടൈമെങ്കിൽ എന്താ പറയും? 11 മണി അല്ലെ, 11 Uhr 37. ഓക്കെ, ഇവിടെ എക്സെറ്റ് ആണ് ഇടേണ്ടത്. എക്സെറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് 2 സെറ്റ്. ഓക്കെ, ഡ്രൈവ് സ്റ്റേഷന് 2 പകരം എക്സെറ്റ് അല്ലെങ്കിൽ ഡോപ്ലസ്. പിന്നെ ഇപ്പോൾ ഒരു ഈവനിങ് നൈറ്റ് 10
20 ആണ് ടൈമെങ്കിൽ എങ്ങനെ പറയും? നൈറ്റ് ആകുമ്പോഴത്തേക്ക് 24 hour ക്ലോക്കിൽ രാത്രി 10 മണി എത്ര മണിയായി? 22 ആയല്ലേ? അപ്പോൾ എന്ന് പറയും 22 Uhr 20. Okay? 22 Uhr 20. Okay? ഈവനിങ് ഒരു 4 PM അതായത് 4:30 ആണ് ടൈമെങ്കിൽ എന്താ പറയും? 16 Uhr 30. നമ്മൾ നോക്കുന്നത് ഇൻഫോർമൽ ടൈമാണ്. ഓക്കെ, ഇൻഫോർമൽ ടൈമിൽ ഇപ്പോൾ നമ്മൾ 8 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 8 മണിക്ക് എന്താ പറയുന്നത്? 8 Uhr. ഓക്കെ, 8 Uhr. അതൊരു 8:05 ആകുമ്പോഴത്തേക്കും നമ്മളെന്ത് പറയും? 5 മിനിറ്റ് ആഫ്റ്റർ 8 എന്നുള്ള മീനിങ്ങിലായിരിക്കും. 5 ആഫ്റ്റർ 8 എന്താ പറയുക? 5 അല്ലേ? 5 5 nach എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. 5 nach 8. ഓക്കെ, 5 nach 8 Uhr 5 nach 8. പിന്നെ 8:10 ആകുമ്പോൾ എത്രയായി? 10 ആഫ്റ്റർ 8 അല്ലെ? 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം 10 nach 8. പിന്നെ അതൊരു 8:15 ആകുമ്പോൾ 8:15 ആകുമ്പോൾ നമ്മളെന്ത് പറയും? 4 nach 8 എന്ന് പറയും. അതായത് 4 എന്നുള്ള മീനിങ് കാൽ എന്ന് പറയുന്നൊരു മീനിങ് ആണ് കേട്ടോ. 1/4 എന്ന മീനിങ് ആണ്. സോ 4 nach 8 അല്ലേ? പിന്നെ 8:20 8:20 ആകുമ്പോൾ നമ്മളിങ്ങനെ അടുത്തത് 8:30 നമുക്കിനി അടുത്തത് വരുന്നത്. ബാക്കോട്ട് പറഞ്ഞിട്ട് ഇനി അടുത്ത 8:30 ആവാമെന്ന് പറഞ്ഞാൽ മതി. അപ്പം 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ ബിഫോർ, 10 മിനിറ്റ് ബിഫോർ 8:30. ഓക്കെ, 8:30ക്ക് നമ്മൾ halb 9 എന്നാണ് പറയുക. halb 9 halb 9. പിന്നെ 8:25 ആകുമ്പോൾ 4 എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നാണ് കേട്ടോ. 4 halb 9. പിന്നെ 8:30 നമ്മൾ halb 9 എന്ന് പറയുന്നു. ഓക്കെ, അതെപ്പോഴും 8:30 അല്ലെങ്കിൽ 9:30 എന്നൊക്കെ പറയുന്നത് halb എന്ന് പറഞ്ഞാൽ ഹാഫ് എന്നാണ് മീനിങ്. halb മീൻസ് ഹാഫ്. എപ്പോഴും നമ്മൾ 8:30 അങ്ങനെ അര ടൈം പറയുമ്പോൾ halb എഴുതുക. പിന്നെ നെക്സ്റ്റ് ഡിജിറ്റ്, അത് നെക്സ്റ്റ് എത്ര മണിയാണോ വരുന്നത്? 8 മണി കഴിഞ്ഞാൽ 9 മണിയാണ്. അപ്പം ആ ഒരു അവറാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് കമ്മിങ് അവറാണ് നമ്മൾ എഴുതുക. ഇപ്പം 9:30 ആണെങ്കിൽ വിൽ റൈറ്റ് halb 9. ഓക്കെ, സോ നെക്സ്റ്റ് കമ്മിങ് അവർ അതിന് മുന്നേ ഒരു halb ഇടുക. പിന്നെ നമുക്ക് പറയാം 8:30 കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എന്ന് പറയാം അല്ലേ? അപ്പം 8:35 ആകുമ്പോൾ വിൽ സേ 5 nach halb 9. ഓക്കെ, 5 nach halb 9. അപ്പോൾ ഒരു 40 ആകുമ്പോൾ 8:40 ആകുമ്പോൾ 10 nach halb 9 8:45 ആകുമ്പോൾ ഫിയർട്ടൽ വെച്ച് പറയാം. ഓക്കെ, എപ്പോഴും മുക്കാലും കാലും വരുമ്പോൾ ഫിയർട്ടൽ ഉപയോഗിക്കാം. അപ്പോൾ ഫിയർട്ടൽ അങ്ങോട്ടാണ്? ഫിയർട്ടൽ 4 എന്ന് പറയുന്നത് കുറച്ചുണ്ട്. അപ്പോൾ ഫിയർട്ടൽ 4. ഓക്കെ, 15 മിനിറ്റ് ബിഫോർ 9 മണി അല്ലേ? 9 Uhr 9. പിന്നെ 8:50. ഓക്കെ, 8:50 ആകുമ്പോൾ നമുക്ക് 4 അല്ലെ? 4 9. പിന്നെ 8:55 4 9. 9 o'clock 9 o'clock ആകുമ്പോൾ നമുക്ക് പറയാം 9 Uhr. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കത്തെ ഇതിലൊരു ടൈം ഇപ്പം 8:57 ആണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത്? കുർസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ അല്ലെങ്കിൽ സം എന്നുള്ള മീനിങ്. ഓക്കെ, കുർസ് 4 9 അല്ലെ? കുറച്ചുകൂടെ ഉള്ളൂ 9 ആവാൻ, അല്ലെ? കുറച്ച് മിനിറ്റ് ബിഫോർ 9 ആണ് ഇപ്പോഴത്തെ ടൈം. സോ അങ്ങനെ ആയിരിക്കും ഇൻഫോർമൽ ടൈം നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഫ്രാക്ഷൻസ് ആണ് നോക്കുക കേട്ടോ. ഫ്രാക്ഷൻസ് കുറച്ച് പറഞ്ഞില്ല. സോ ഫ്രാക്ഷൻസ് വരുമ്പോൾ ഇപ്പോൾ 3/4 എന്ന ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ മുകളിലുള്ള നമ്പർ ഏതാണ്? 3 ആണ് മുകളിൽ. അപ്പോൾ 3 എഴുതും ഡ്രൈ. താഴത്തെ നമ്പർ 4 ആണ്. ഫിയർ എഴുതി ആ ഫിയറിൻ്റെ കൂടെ TEL ആഡ് ചെയ്യുന്നു. ഓക്കെ, ഡ്രൈ ഫിയർ ടെൽ. അങ്ങനെ മുകളിലത്തെ നമ്പർ എഴുതുക, പിന്നെ താഴത്തെ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ കൂടെ TEL ആഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷണൽ നമ്പർ ആകും. ഓക്കെ, ഒരു 7/21 എന്ന് പറയുന്നത് 7/21 എന്തായി? 7 1 20 ടെൽ TEL. ഓക്കെ, ഒറിജിനൽ നമ്പർ വരുമ്പോൾ നമ്മൾ TE ആഡ് ചെയ്തു, ഇവിടെ വരുമ്പോൾ TEL ആഡ് ചെയ്യുന്നു. ഓക്കെ, ഫ്രാക്ഷൻസ് വരുമ്പോൾ. പിന്നെ 6/12 എന്ന് പറയുകയാണെങ്കിൽ 6/12 എന്ന് പറയുകയാണെങ്കിൽ 6 12 ടെൽ. ഓക്കെ, 2/4 എന്ന് പറയുകയാണെങ്കിൽ ഫിയർടെൽ. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫ്രാക്ഷൻ നമ്പർ വരുന്നത്. മുകളിലത്തെ നമ്പർ എഴുതുന്നു, താഴത്തെ നമ്പറിൻ്റെ കൂടെ TEL ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോർഷൻസ് ക്ലിയർ ആക്കി പോകണം കേട്ടോ.